അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, കേരളക്കരയിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു ഗാനം ഇറങ്ങിയല്ലോ. പടച്ചോൻ സിയമാണെന്ന ഈ ഗാനം. പല മുസ്ലിയാക്കന്മാരും ഈ ഗാനം കേട്ട് ഞങ്ങളല്ല ഇതിന് കാരണക്കാർ, ഇങ്ങനെ പല ന്യായവും പറഞ്ഞ് ഇപ്പോൾ കൈവഴിയുന്നു. ഇരു സമസ്തയിലുള്ള നേതാക്കളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് എങ്ങനെ കൈവഴിയാൻ സാധിക്കും? ഈ സമൂഹത്തെ ഇത്രത്തോളം പച്ചയായ ഷിർക്കിലേക്ക് എത്തിച്ചത് നിങ്ങളല്ലേ? ഈ പാട്ട് അതല്ലെങ്കിൽ ഈ ഒരു ഗാനം ഇറങ്ങിയതിന് ശേഷമാണോ സി എം മടവൂർ ദൈവമായത്? അതിൻ്റെ മുമ്പും നിങ്ങൾ ദൈവമാക്കിയിട്ടില്ലേ? നോക്കൂ, തെളിവിന് വേണ്ടി 2-3 കാര്യങ്ങൾ കാണിക്കുകയാണ്. നോക്കൂ, ലോകം നിയന്ത്രിക്കുന്നത് മടവൂർ ഷെയ്ഖാണെന്ന് പകര ഹസനി പറയുന്ന രംഗം. ഞാൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ സി എം വലിയ ഇങ്ങോട്ട് വന്നു, തങ്ങളെ നിങ്ങൾ എൻ്റെ പേരിൽ തർക്കിക്കാൻ, ഞാൻ അവിടെയും ഉണ്ടാകും ഇവിടെയും ഉണ്ടാകും. ഖുതുബുൽ ആലം, ഞാൻ അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും, ഞാൻ ആലമിനെ നിയന്ത്രിക്കുന്നവനാണ്, അവിടെ ഒക്കെ ഞാൻ ഉണ്ടാവും. കേട്ടല്ലോ. അതുപോലെ ട്രെയിനെയും ഫ്ലൈറ്റിനെയും അദ്ദേഹം നിയന്ത്രിക്കുന്നുണ്ട്. പറയുന്ന ഭാഗം കേട്ട് നോക്കൂ. അതാണ് സി എം വലിയ. ഫ്ലൈറ്റും നിയന്ത്രിക്കും, ട്രെയിനും നിയന്ത്രിക്കും, ഒക്കെ നിയന്ത്രിക്കും. അതുപോലെ തന്നെ സി എം അറിയാതെ ഈ ലോകത്ത് ഒരു ഇല പോലും അനങ്ങില്ല. പറയുന്നത് മുസ്ലിയാക്കന്മാരാണ്. കേട്ടു നോക്കൂ. അതൊരു ഖുതുബുൽ ആലമാണ്, ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും അപ്പപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ ശൈഖുന നിരീക്ഷിക്കുകയാണ്. ഇനി അതുമാത്രമാണോ? അന അല്ലാ എന്ന് സി എം മടവൂർ പറഞ്ഞിട്ടുണ്ട്. കേട്ടു നോക്കൂ. അനല്ലാ എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് സി എം എല്ലാ കണക്കുകളെയും തെറ്റിക്കും. അതാണ് സി എം. അതും പകര ഹസനി പറഞ്ഞു. സി എം വലിയുള്ള എല്ലാ കമ്പ്യൂട്ടറും മാറ്റി, ഒന്നിനൊന്നും ചെയ്യാനാവില്ല, എല്ലാ കണക്കും തെറ്റിക്കും. പിടിച്ചോ സി എമ്മിന്. മഹാനവറുകൾ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആ കാലഘട്ടത്തെ കുതുബും ഔസും എല്ലാമായിരുന്നു. അതിനൊന്നും തർക്കമില്ല. ഇനി ഈ സി എം മാത്രമാണോ? AP ഉസ്താദ് അറിയാതെ അള്ളാഹു ഇവിടെ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാ പറഞ്ഞത്? പകര ഹസനി. ഇത് ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താര ഇവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താര ഇവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ചെയ്യുകയില്ല. ഇതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഇത് നിങ്ങൾ പഠിപ്പിക്കുന്ന ആദർശത്തെ ഇവർ ഒന്ന് അരക്കിട്ട് ഉറപ്പിച്ചതാണ്. ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും പടച്ചോനാക്കിയെന്ന് നിങ്ങൾ വന്നോ രംഗത്ത്? ഇപ്പോഴെന്താ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കം വന്നത്? അല്പം ഇത് പറഞ്ഞ് കൂടിപ്പോയി അല്ലേ? ദൈവമാക്കി കഴിഞ്ഞു. മുമ്പേ നിങ്ങൾ ദൈവമാക്കിയിട്ടുണ്ട്. സർവരോടും സർവ്വജനങ്ങളോടും എല്ലാവരോടും ചിന്തിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? സൃഷ്ടാവിനോടല്ലേ, പടച്ചോനോടല്ലേ പ്രാർത്ഥിക്കേണ്ടത്? എന്നാൽ ഈ സമസ്തക്കാർ പ്രാർത്ഥിക്കുന്ന പല രംഗങ്ങൾ നിങ്ങൾ കേട്ടു നോക്കൂ, കണ്ടു നോക്കൂ. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. നോക്കൂ, ഖലീൽ ബുഖാരി ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ബോട്ട് മുങ്ങാൻ പോകുന്ന സമയത്ത് ആരോടാണ് പ്രാർത്ഥിച്ചത്? ആരോടാണ്? ബദരീങ്ങളോട് അല്ലേ? ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. ഇനി അടുത്തത് നോക്കൂ, മമ്പുറത്തെ തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന AP വിഭാഗത്തിലെ മദനിയത്തിലെ ഏറ്റവും പ്രഗത്ഭ ഉസ്താദ് AP വിഭാഗമാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന രംഗം നോക്കൂ. ഈ മജ്‌ലിസ് ഏറ്റെടുക്കണേ തങ്ങളെ, സ്വീകരിക്കണേ തങ്ങളെ, കബൂൽ ചെയ്യണേ തങ്ങളെ, ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ തങ്ങളെ. ഇനി സമസ്തയിലെ നൗഷാദ് വാക്കവി ഇതിൽ ഈ സദസ്സിലുള്ള ഒരു രംഗമാണ് അല്ലെ? പ്രാർത്ഥിക്കുകയാണ് അള്ളാന്റെ റസൂലിനോട്, ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി ആമീൻ പറയുന്നുണ്ട്. സമസ്തയിലെ ഒരു പ്രഗത്ഭ നേതാവാണ്. ഈ ഉമ്മത്ത് വേദനയിലാണ്, യാ റസൂൽ കൈപിടിക്കണേ നബിയേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഞങ്ങളുടെ സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്, അങ്ങയുടെ തിരുനോട്ടമൊന്നു നൽകണേ നബിയേ. ഇനി അള്ളാന്റെ റസൂലിനെ ഹുദുബിയതി ഖല്ലത്ത് ഈലത്തി എന്നും പറഞ്ഞ് ഇന്നും പള്ളികളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? എൻ്റെ കൈപിടിക്കണ നബിയെ, സഹായിക്കണ നബിയെ എന്ന രൂപത്തിൽ. ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷമാണോ നിങ്ങൾക്ക് പിന്നെ ഈ CM അതുപോലെയുള്ള പല നിങ്ങൾ ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്നവർ നിങ്ങൾക്ക് ദൈവമായത്? ഇതിൻ്റെ മുമ്പും നിങ്ങൾ പടച്ചോനാക്കിയിട്ടുണ്ട്. കാരണം പടച്ചോനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ നിങ്ങൾ പടച്ചോനാക്കിയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥ പടച്ചോനാവുകയില്ല എന്നേ ഉള്ളൂ.
സഹോദരങ്ങളെ, ഈ സമൂഹത്തോട് പറയാനുള്ളത് എല്ലാ തരത്തിലുള്ള ഷിർക്കും കുഫ്റും ഇവർ പഠിപ്പിച്ചു. ഇതിന് ഇവർ കൊണ്ടുവന്ന ഒരു ന്യായമുണ്ടായിരുന്നു. കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കാം. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗ്ഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹയ്യിദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം, മുഹയ്യിദ്ദീൻ ശൈഖ് ഖാരിഖല്ല, ഒരു മുഹയ്യിദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെയാണ് അതിന്റെ വിധി. അത് ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അതിൽ യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാരിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല. ഇതാണ് സമസ്ത മുന്നിൽ വെച്ച ആദർശം. കൊടുത്ത കഴിവിൽ നിന്ന് ആരോടും ചോദിക്കാം, എങ്കിൽ ഷിർക്കാവുകയില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം മൊയ്തീൻ ശൈഖിനോട് പോലും തേടാം, ഷിർക്കാവുകയില്ല. ഇത് സമസ്ത മുന്നിൽ വെക്കുന്ന ആദർശമാണ്. ഇതിനെ പിന്തുടർന്ന് ഈ സമൂഹം പോയപ്പോൾ അവസാനം മടവൂർ ഷേഖ് ദൈവമാണ്, പടച്ചോനാണ് എന്ന് വരെ പറയേണ്ടി വന്നു. നഊദുബില്ലാ. ഇനി ഇത് മാത്രമാണോ? എത്രയോ കടകളിലുള്ള പേര് നോക്കൂ. ആ കടയുടെ ബോർഡ് നിങ്ങളൊന്ന് നോക്കൂ. CM മടവൂർ എന്നാണ്. ഒരുപാട് വാഹനത്തിന്റെ അകത്തും പുറത്തും എഴുതി കാണാം CM മടവൂർ. ആ CM-ൽ നിന്നാണ് കാവൽ പ്രതീക്ഷിച്ചത് ഈ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ആളുകൾ. ആരാണ് ഇവരെ ഇവിടെ എത്തിച്ചത്? ആരാണ് ഇവരെ ഈ പച്ചയായ ഷിർക്കിലേക്ക് എത്തിച്ചത്? ഈ പുരോഹിത വർഗമല്ലാതെ. സഹോദരങ്ങളെ, ചിന്തിക്കണം. എന്തുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ പേരിടുന്നില്ല? റഹ്മാനും റഹീമും ഗഫൂറും വദൂദും ഇങ്ങനെ തുടങ്ങി എത്ര സിഫത്തുകളുണ്ട് അള്ളാഹുവിന്. ഈ സമൂഹം ആ പേര് ഏറ്റെടുത്തോ? ആ അള്ളാന്റെ സിഫത്തിനെ കുറിച്ച് പഠിച്ചോ? മരണവേളയിൽ പോലും CM എന്ന് വിളിക്കാൻ വേണ്ടിയാണ് ഈ പുരോഹിത വർഗം പഠിപ്പിക്കപ്പെട്ടത്. അപ്പൊ അവിടുന്ന് പറയുന്നത് CM എന്ന് 3 പ്രാവശ്യം പറഞ്ഞത്രേ. അവിടുത്തെ ഭാര്യ സയ്യിദ അവറുകൾ പറയുന്നു, CM ചെറിയ വാക്കല്ല അത്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ അത്യുന്നതരായ മഹാന്മാരുടെ പേര് മറിഞ്ഞ് മരിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ വിജയമാണ്. നോക്കൂ എവിടത്തേക്കാണ് ഈ സമൂഹത്തെ എത്തിച്ചത്. ഇനിയെങ്കിലും സാധാരണക്കാരെ നിങ്ങൾ ചിന്തിച്ചോളി. ഇതല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഇതല്ല യഥാർത്ഥ ഇസ്ലാം. ഇത് പച്ചയായ കുഫ്റാണ്. ഇത് പുതിയൊരു മതമാണ്. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പഠിക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളയും റസൂലും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം നിങ്ങളിൽ നിന്ന് ഉയരണം. ഈ മുസ്ലിയാക്കന്മാരുടെ മുഖം നോക്കി ചോദിക്കണം, ഇത് അള്ള പഠിപ്പിച്ചിട്ടുണ്ടോ, അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ ഖുർആനിൽ നിന്ന് ഒരു ആയത്തും ഹദീസും കാണിച്ചു തരൂ എന്ന് ഈ സമൂഹം ഈ മുസ്ലിയാക്കന്മാരോട് ഇനി ഏത് കാര്യവും ഇവർ പുതുതായി കൊണ്ടുവരുമ്പോൾ ചോദിക്കണം. എങ്കിലേ ഇവർ അടങ്ങുകയുള്ളൂ. സമൂഹം രംഗത്തിറങ്ങണം. കാരണം ഇത് നമ്മുടെ പരലോക വിഷയമാണ്. പാരത്രിക ലോകത്ത് ഇവരാരും കൂട്ടിനുണ്ടാവുകയില്ല. പച്ചയായി ഈ ഉമ്മത്തിനെ ഷിർക്കിലേക്ക് കൊണ്ടുപോയ രംഗം നിങ്ങൾ കണ്ടല്ലോ. ഇനി എന്താണ് ഇനി വരാനുള്ളത്? പടച്ചോൻ CM ആണെന്ന് പറഞ്ഞതിന് ശേഷം ഇനി ഈ മതം പൂർത്തിയായി. ഈ സമസ്ത കൊണ്ടുവന്ന ഈ ആദർശം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഇവരുടെ പടച്ചോൻ CM ആയി. അത് ഈ പാട്ടിന് ശേഷമല്ല, മുമ്പ് തന്നെ ആയിട്ടുണ്ട്. അതിൻ്റെ പല തെളിവുകൾ ഞാൻ കാണിച്ചുവല്ലോ. ഇനിയെങ്കിലും യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ലോകാടിസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചെങ്കിലും നിങ്ങൾ പഠിക്കുക. ഹറമിലുള്ള ഇമാമമാരോടും അതുപോലെ അവിടുത്തെ ദർസ് നടത്തുന്ന പണ്ഡിതന്മാരോടും നിങ്ങൾ ചോദിച്ച് പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون.